ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബാദൂസ് മീഡിയ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ടിപ്സുകളൊന്നുമായിട്ടല്ല കേട്ടോ, നല്ലൊരു ചട്നി ആയിട്ടാണ്. അതിന് വേണ്ട സാധനങ്ങൾ നമുക്കിതാ തോല് കളയാത്ത കടല ഞാൻ തലേന്ന് രാത്രി കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിരുന്നു കേട്ടോ. കുതിർന്നതിന് ശേഷം രാവിലെ തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ പരിപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പരിപ്പൊന്ന് വേവിച്ച് ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ആ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൊട്ടുകടല എന്നാണ് കേട്ടോ നമ്മൾ പറയാറുള്ളത്. പൊട്ടുകടല ഉപയോഗിച്ചിട്ടുള്ള ചട്ടിനിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ച് ഇളക്കി കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം മതി, വല്ലാതെ അങ്ങോട്ട് ആവൊന്നും വേണ്ട. അത് നമുക്ക് കടിച്ചാൽ തന്നെ അറിയാം നന്നായി വെന്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെന്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടോ. അപ്പോൾ അതിൻ്റെ മണമൊക്കെ മാറിയിട്ടുണ്ട്, പച്ച ചൊയൊക്കെ ഒന്നും മാറിയിട്ട് വേറൊരു നല്ലൊരു ടേസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി, ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കിതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. ഞാൻ കുറച്ച് അധികം വെള്ളത്തിലിട്ടിരുന്നു, അത് ഫുള്ളായിട്ട് വേണ്ട, ഇത്ര മതി കേട്ടോ. ആ ചട്ടിയിൽ തന്നെ നമുക്കൊരു ഒരു ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം കേട്ടോ. ഉഴുന്നും ഇതുപോലെ തന്നെ ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുത്ത് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ അതും തന്നെ നല്ലൊരു പാകത്തൊരു കളറായി വന്നിട്ടുണ്ട്. അതും ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കട്ടോ. അങ്ങനെ നമ്മളെ പൊട്ടുകടല, നമ്മളെ ഉഴുന്ന് ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ അതിലേക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ചെടുക്കാനുണ്ട്. അതിനിതാ ആ ചട്ടിയിൽ തന്നെ കുറച്ച് ചുവന്നുള്ളിയാണ് കേട്ടോ. ഒരു 3-4 ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു എണ്ണയിൽ തന്നെ ഒന്ന് അങ്ങോട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് എണ്ണ പോരാ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു തുള്ളി നല്ലെണ്ണ അതിൽ ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ ഈ മുളകും കൂടി ഒന്ന് അതിലിട്ടിട്ട് ഒന്ന് വെന്ത് കിട്ടണം, ഒന്ന് വറവായി വരണമല്ലോ, അതിനും കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചുവന്നുള്ളിയും മുളകും ഒന്ന് നല്ല വറവായി വരട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കട്ടോ. കറിവേപ്പിലയും ചുവന്നുള്ളിയും ചുവന്ന മുളകും ഒക്കെ ഇവിടെ ഒന്ന് ഏകദേശമൊക്കെ മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങ വേണം കേട്ടോ. ആ ഒരു പിടി തേങ്ങ ഞാനിവിടെ ചിരകി വെച്ചിരുന്നു. അതും കൂടെ കൂട്ടിയിട്ട് നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കണ്ട, ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതിയേ. അങ്ങനെ നമുക്ക് ആ മുളകും കറിവേപ്പിലയും ഉള്ളിയും പിന്നെ ഉഴുന്നും ആ ഒരു പൊട്ടുകടലയും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. പൊട്ടുകടല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചട്ടിനി അരച്ചപ്പോൾ അതിലേറെ ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇതാ കുറച്ച് തൈരാണ് കേട്ടോ. വെള്ളമല്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്, കുറച്ച് തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, പുളിക്ക് വേണ്ടിയിട്ട് കേട്ടോ. പാകത്തിനുള്ള ഉപ്പും ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ചട്നിക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഒഴിക്കട്ടോ ഇതിലേക്ക്. ഇത് നമ്മൾ പിന്നെ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മളൊന്ന് താളിച്ചൊഴിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉറ്റിച്ച് കൊടുക്കുന്നത് എന്താണ്, നല്ലെണ്ണ കുറച്ച് ഉറ്റിച്ചാൽ മതി കേട്ടോ, കൂടുതൽ എണ്ണ ഉപയോഗിക്കണ്ട കേട്ടോ.
അങ്ങനെ എണ്ണ ചൂടായതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് കടുക്, വറ്റൽമുളക്, കടുക് നല്ല പൊട്ടി വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. ഇതിലും നല്ല വീഡിയോസും നല്ല നല്ല ടിപ്സുകളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒക്കെ ഒന്ന് പോയി കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ ചട്നിക്ക് താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഈസിയാണ്, നല്ല ഹെൽത്തിയാണ്, ഒക്കെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് നമുക്ക് ഇഡ്ഡലിൻ്റെ കൂടെ, ദോശൻ്റെ കൂടെ, നെയ് റോസ്റ്റ്, മസാല ദോശ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലേക്ക് ഇന്ന് ദോശയാണ്. അങ്ങനെ നമ്മൾ ദോശയും കൂട്ടിയിട്ട് ഈ ചട്നി കഴിച്ചു കേട്ടോ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ ഇങ്ങനെ കഴിച്ചു നോക്കാത്തവരും ഉണ്ടാക്കി നോക്കാത്തവരും ചട്നി ഇതുവരെ അരച്ചിട്ട് ടേസ്റ്റ് ഒന്നും കിട്ടാത്തവരുമായ എല്ലാവർക്കും നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ. ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അടയാളപ്പെടുത്തണേ. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.